ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി മാജിക്. ഡെയിലി മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഞണ്ട് ബിരിയാണിയുടെ റെസിപ്പിയാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് ബിരിയാണിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 6 സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സവാളയിൽ നിന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് നന്നായിട്ട് വഴന്നു വന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴന്നു വന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 5 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി ഉടഞ്ഞു കിട്ടുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ച ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ട് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഞണ്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഈ ഞണ്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഞണ്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായ നെയ്യിലേക്ക് ഇനി ഒരു സവാള ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഈ ഒരു പാകത്ത് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി നല്ല ഗോൾഡൻ ബ്രൗൺ നിറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഇതിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം ഞാനിപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കി വന്ന നെയ്യിലേക്ക്
ഒരു 4 ഗ്രാമ്പു, 4 ഏലക്ക, 2 പീസ് പട്ട, ഒരു ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ചെറുതായി ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അരി വറുത്തെടുക്കണം, അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുമ്പോൾ അരി പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാം. ഈ സൗണ്ട് കേൾക്കുമ്പോഴാണ് അരി പാകത്തിന് വറവായെന്ന് മനസ്സിലാവുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് അരി വേവേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കപ്പിൽ 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന തോതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ദാ ഇവിടെ റൈസ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല പാകത്തിന് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡിയാക്കി എടുത്ത് വെച്ച ഞണ്ട് മസാലയുടെ പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൽ നിന്ന് ഒരു പകുതി മസാല എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി വന്ന മസാല ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഇനി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ബിരിയാണി ലെയർ ചെയ്തെടുക്കാം. ഇനി ഈ റൈസിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മസാല കൂടി ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ലെയർ ചെയ്തെടുക്കാം. മുഴുവൻ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സാക്കി എടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വന്ന അണ്ടിപ്പരിപ്പും സവാളയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റാണ് ദം ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 3/4 മണിക്കൂറിന് ശേഷമാണ് ദം പൊട്ടിച്ചിട്ടുള്ളത്. റൈസ് ഒന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കിടു ടേസ്റ്റുള്ള ഒരു ഞണ്ട് ബിരിയാണിയാണിത്. അപ്പോൾ ഇതുവരെയും ഞണ്ട് ബിരിയാണി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
എന്നാൽ ശരി, ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.